അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥിരം ടേസ്റ്റർ റെഡിയാണ്. ശരിക്കും ഈ ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിനൂടെയോ കഴിക്കാം, ഈവൻ ബ്രെഡിൻ്റെ കൂടെ. ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മുടെ ക്രിസ്മസ് സീരീസിലെ 4ാമത്തെ ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ 4 ഐറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നത്. അതിൽ ഒരെണ്ണം ചെറിയ ചേഞ്ച് വരുത്തിയായിരുന്നു, ബട്ട് 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. ബട്ടർ ചിക്കൻ്റെ ആവശ്യമായ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനിലാണ് ഞാൻ ബട്ടർ ചിക്കൻ ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഒരു മീഡിയം പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അധികവും ബോൺലെസ് എടുത്തിരിക്കുന്നത്, കുറച്ച് ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 കിലോ എടുത്തിട്ടുണ്ട്. സോ ഇതിനാവശ്യമായിട്ട് ഞാൻ ഒരു 6 സവാള, ചെറിയ സവാള കേട്ടോ, വലുതാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. ഒരു 5 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഓരോ ഇടുമ്പോൾ ഞാൻ ഒരളവ് പറഞ്ഞുതരാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസിന് ഞാൻ ഉദ്ദേശിച്ചത്ര ഒരു പ്രതികരണം, അത്രയും വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 3 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 3ൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം. സോ കാണാത്തവർ ദയവായിട്ട് അതും കൂടെ കാണുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ബട്ടർ ചിക്കനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണ്ടേ. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ആയിട്ടുണ്ട്. പ്ലസ് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകണേ. നാച്ചുറലി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ തന്നെയാണ്. ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിരിക്കുന്നത്. ഇതിലൊരു 50 ഗ്രാം, ഇതൊരു തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 50 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കണം കേട്ടോ. നമ്മൾ ബട്ടറിലാണ് ഫ്രൈ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറുവശവും ഒരു 3 മിനിറ്റ് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ. അതിനെ അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത സെറ്റും കൂടെ വറുത്ത് കോരിയ ശേഷം കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞത് വളരെ ലോ ഫ്ലെയിമിൽ ചെയ്യുക കേട്ടോ. ഇത് ഇത്രയും ആയാൽ മതി. ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വേവിക്കും. അപ്പോൾ നമ്മൾ ആ ബട്ടർ മാറ്റിയിട്ടില്ല. അതേ ബട്ടറിൽ നമ്മൾ നേരത്തെ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ സവാള വളരെ ചെറുതാണ്, ഞാനിത് ചോപ്പറിനാണ് അടിച്ചെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറ്റിയാൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മളൊന്ന് മിക്സിക്ക് അടിക്കണം. കുറച്ച് നേരം കുഴപ്പമില്ല. എന്തായാലും ഞാനിപ്പോൾ ഒന്ന് വഴറ്റാൻ പോകുന്നത്. സവാള ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്ന് വാടി കിട്ടാനാണേ. നമ്മളിലേക്കൊരു 3 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ സമയം നമ്മളിതിലേക്ക് ടൊമാറ്റോ അടി കൊടുക്കുക കേട്ടോ. നമ്മൾ 5 ടൊമാറ്റോ എടുത്തിരുന്നത്, മീഡിയം ടൊമാറ്റോ ആണ്, 5 എണ്ണം എടുത്തിരുന്നത് കേട്ടോ. ഇനി ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ട് ഇതുമായിട്ട് മിക്സ് ആകുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അവിടെ ടൊമാറ്റോ സവാളയുമായിട്ട് നന്നായിട്ട് വെന്ത് ചേർന്ന് ശരിക്കും ജ്യൂസി ആയിട്ടുണ്ട് കണ്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ചുവന്ന നിറമുള്ള ടൊമാറ്റോ തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴേ കറിക്കൊരു കളർ കിട്ടുള്ളൂ. ഈ സമയം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ.
ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 100 ഗ്രാം കാഷ്യൂനട്ട് കശുവണ്ടി ചേർക്കുന്നുണ്ട്. കശുവണ്ടി മൂക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് കുറച്ച് സമയം തണുക്കട്ടെ കേട്ടോ. നമ്മുടെ മിക്സ് ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിനത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നല്ല ഫൈൻ ആവണം കേട്ടോ. ഞാൻ വേറൊരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. ബട്ടർ ഒന്ന് ഉരുക്കിയിട്ടുണ്ടേ. നമ്മളിനി മിക്സിക്ക് അടിച്ചുകൊണ്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ മിക്സിന്. നമ്മളിപ്പോൾ ബട്ടർ ചിക്കനുള്ള ഗ്രേവി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് എന്താ പറയുക ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങളിത് ഇത്രയും ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ടേ. ആ സമയം നമ്മളിതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ. ഇനി ഈ സമയം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഈ ചിക്കൻ പീസസ് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇതൊരു ചെറിയൊരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് കസൂരി മേത്തി ഇടുക കേട്ടോ. കസൂരി മേത്തി നമുക്കറിയാം ഉലുവ ഇല ഉണക്കിയതാണ്. ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് പൊടിക്കാൻ വേണ്ടിയാണ്. ചെറുതായി ചൂടായാൽ മതി. ഇത്രയും ചൂടായാൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ. ചെറിയ ചൂടേ ഉള്ളൂ, എങ്കിലേ പൊടിഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കസൂരി മേത്തി ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനെ മാറ്റി വെച്ചിട്ട് ഈ സമയം നമ്മളിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം മേടിക്കാൻ കിട്ടും. ഇത് അമൂലിൻ്റെ മേടിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി കസൂരി മേത്തിന്ന് പകുതി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം വേണ്ട, പകുതി ഇടുന്നത്. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക ഇടയിലേക്ക്. അതിൽ ഫൈനൽ ടേസ്റ്റിന് വേണ്ടി ബട്ടറിന്ന് ഉരുകി ചേരട്ടെ എല്ലായിടത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥിരം ടേസ്റ്റർ റെഡിയാണ്. ശരിക്കും ഈ ബട്ടർ ചിക്കൻ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിനൂടെയോ കഴിക്കാം. പക്ഷേ ഈവൻ ബ്രെഡിൻ്റെ കൂടെ. ഇപ്പം ഉദയ് വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്രെഡിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന കേട്ടോ. 2 പീസ് ബ്രെഡ് കൊടുക്കുന്നുണ്ട്. കഴിച്ചോക്കെ. സൂപ്പർ. ഒരു പീസ് ഞാനും കഴിച്ചു നോക്കട്ടെ, കൊതിയാവണം. സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനെൻ്റെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞു ഇതെൻ്റെ ഭാര്യയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പുള്ളിക്കാരി സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. ഉദയ് കുറേ പ്രാവശ്യം ടേസ്റ്റ് അറിഞ്ഞ ആളുമാണ്. അപ്പോൾ ഉദയൻ്റെ നിർബന്ധമായിരുന്നു ക്രിസ്മസിന് ബട്ടർ ചിക്കൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ക്രിസ്മസ് വീഡിയോസിന് ഞാൻ പ്രതീക്ഷിച്ചത്ര ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല.
വ്യൂസ് ഭയങ്കര കുറവാണ്. അപ്പോൾ കുറച്ച് പേരാണ് ഈ വീഡിയോസ് കാണുന്നത്. നിങ്ങൾക്ക് എന്നോട് ചെയ്യാവുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ് ആൻഡ് മെരി ക്രിസ്മസ് ടു ഓൾ. Merry Christmas.